കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9th ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ ഹിന്ദി ആൻസർ കീ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാരഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. घर पेड़ और तारे की याद लोक कथा का अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें. घर पेड़ और तारे की याद എന്ന ഫോക്ക് ടെയിലിന്റെ ഒരു ഭാഗമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചിട്ട് 1 തൊട്ട് 3 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ആ പാരഗ്രാഫ് വായിക്കാം. कुछ देर चलने पर बहन बोली, भाई लगता है हम कभी घर नहीं पहुंच पाएंगे. भाई ने कहा, चलो हम उत्तर पश्चिम दिशा की ओर चलते हैं. मुझे उम्मीद है कि हम ज़रूर सनोबर के पेड़ और तारे के पास पहुंच पाएंगे. उस पेड़ के बीच से तारा दिखाई देगा तो समझना कि घर आ गया है. കുറച്ച് ദൂരം നടന്നതിന് ശേഷം അനിയത്തി പറഞ്ഞു, ചേട്ടാ നമ്മൾ ഒരിക്കലും വീടെത്തില്ല എന്ന് തോന്നണത് എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വാ നമുക്ക് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് നടക്കാം. എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് എന്തായാലും ആ പൈൻ മരവും അതിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്ന നക്ഷത്രത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്താൻ പറ്റുന്നു. മരത്തിൻ്റെ ചില്ലകൾക്കിടയിൽ കൂടെ നക്ഷത്രത്തിനെ കാണുമ്പോൾ നീ മനസ്സിലാക്കിക്കോ വീടെത്തിയെന്ന്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. घर पहचानने के लिए बच्चे कौन सा निशान याद रखते हैं? വീട് തിരിച്ചറിയാനായിട്ട് കുട്ടികൾ ഏതൊക്കെ അടയാളങ്ങളാണ് ഓർമ്മ വെക്കുന്നത്? ഇതിന്റെ ആൻസർ घर पहचानने के लिए बच्चे सनोबर के पेड़, उस पर बैठकर गाने वाले पक्षी और तारा याद रखते हैं. രണ്ടാമത്തെ ചോദ്യം നോക്കാം. नमूने के अनुसार लिखें. മാതൃക പോലെ എഴുതുക. बच्चे पेड़ के पास पहुंचते हैं. बच्चे पेड़ के पास पहुंचेंगे. ആദ്യത്തേത് പ്രസന്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ മരത്തിന്റെ അടുത്ത് എത്തുന്നു. രണ്ടാമത്തേത് ഫ്യൂച്ചർ ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ബച്ചേ പേട് കെ പാസ് പഹുഞ്ചെങ്കി, കുട്ടികൾ മരത്തിന്റെ അടുത്ത് എത്തും. അപ്പൊ രണ്ടാമത്തതും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പ്രസന്റിൽ കൊടുത്തിട്ടുണ്ടവർ നമ്മളത് ഫ്യൂച്ചർ ടെൻസിലേക്ക് ആക്കി മാറ്റണം. ബഹൻ ഖുഷി സേ ബോൾത്തി ഹെ, അനിയത്തി സന്തോഷത്തോടെ പറയുന്നു. അപ്പൊ അതിനെ നമ്മൾ ബഹൻ ഖുഷി സേ ബോലേഗി എന്നാണ് എഴുതേണ്ടത്. പെൺകുട്ടി ആകുമ്പോൾ ബോലേഗി, ആൺകുട്ടിയാണെങ്കിൽ ബോലേഗ എന്ന് എഴുതണം. ഇവിടെ വരുന്നത് ബഹൻ ഖുഷി സേ ബോലേഗി. അടുത്തത് ലോക് കഥാ കെ ഇസ് പ്രസംഗ് കെ ആധാർ പർ പട് കഥാ കാ ഏക് ദൃശ്യ ലിഖേ. ഈ ഫോക്ക് ടെയിലിലെ ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗം ഉണ്ടാക്കണം. പട് കഥ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ്. അതിൽ ആദ്യം നമ്മൾ സീൻ്റെ നമ്പർ എഴുതണം. എന്നിട്ട് ക്യാരക്ടേഴ്സിന്റെ പേര് നന്നായിട്ട് എഴുതണം. ഭായ് എന്ന് എഴുതാം ആദ്യം. അപ്പോൾ ഭായിയുടെ വയസ്സ്, നമുക്ക് ഇപ്പോൾ വയസ്സ് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ നമുക്കൊരു 14 years തന്നെ എഴുതാം. നമ്മുടെയൊക്കെ പ്രായം എഴുതാം. 14 साल का ബാലക്, 14 വയസ്സുള്ള ആൺകുട്ടി. പാൻറ് ഓർ ഷർട്ട് പെഹന ഹെ, പാൻറ്റും ഷർട്ടും ആണ് ധരിച്ചിരിക്കുന്നത്. ആ കുട്ടി എന്താ ഇട്ടിരിക്കുന്നതെന്നും കൂടി എഴുതണം. അടുത്തത് ബഹൻ, 12 साल की ബാലിക, 12 വയസ്സുള്ള പെൺകുട്ടി. സൽവാർ കമീസ് പെഹന ഹെ, സൽവാർ കമീസാണ് ധരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലേ, അവര് വീടിന്ന് അച്ഛനമ്മയുടെ നിന്നൊക്കെ വേർപിരിയുമ്പോൾ അവർക്ക് 8ഉം 6ഉം വയസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആൺകുട്ടിക്ക് 14 വയസ്സ് കൊടുക്കണമെങ്കിൽ പെൺകുട്ടിക്ക് 12 വയസ്സ് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സ്ഥാൻ, എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ദൃശ്യം നടക്കുന്നത്, ഈ ഒരു സീൻ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഈ കോൺവെർസേഷൻ, ഈ സിറ്റുവേഷൻ ഒക്കെ നടക്കുന്നത് റോഡിന്റെ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടായിരിക്കില്ല, അവർ വഴിയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ സഡക് മേ, റോഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് എഴുതണം. അടുത്തത് സമയ്, ഇത് ഏകദേശം എത്ര ടൈം ആയിണ്ടാവും, എങ്ങനെ രാവിലെ ആണോ ഉച്ചയാണോ എന്നൊക്കെ എഴുതണം. ഷാം എന്ന് എഴുതിയത്, അതായത് വൈകുന്നേരമാണ്, ഈവനിങ് ആണ് ടൈം. അടുത്തത് ഘട്ന, സംഭവം, എന്താണ് സിറ്റുവേഷൻ എന്ന് നമ്മൾ എഴുതണം. ഭായ് ബഹൻ ഘർ ജാ രഹേ ഹെ, അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയിലാണ്, വീട്ടിലേക്ക് പോകുന്നതിന്റെ വഴിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്, കോൺവെർസേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഘട്നയുടെ അവിടെ ഭായ് ബഹൻ ഘർ ജാ രഹേ ഹെ എന്ന് എഴുതണം. എന്നിട്ട് ദൃശ്യ 1 എന്ന് എഴുതണം, ദൃശ്യ 1 എന്ന് എഴുതണം. അപ്പൊ ആദ്യം ബഹൻ പറയാണ്, ബഹൻ ഥക്കാവട്ട് കെ സാത്ത്. ഇവിടെ നമ്മൾ അവരുടെ ഭാവമോ ഇമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം. ഇവിടെ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ സിനിമയിലോ ഒക്കെ നാടകത്തിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെ അഭിനയിക്കണം എന്നുള്ളതിന്റെ ഒരു ധാരണ കിട്ടണ രീതിയിൽ വേണം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. അപ്പൊ ബഹൻ ഥക്കാവട്ട് കെ സാത്ത്, ക്ഷീണത്തോടു കൂടിയാണ് പറയുന്നത്. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും കുട്ടിക്ക് ക്ഷീണമായി. അപ്പൊ ക്ഷീണത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ബഹൻ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഥക്കാവട്ട് കെ സാത്ത് എന്ന് എഴുതണം. എന്നിട്ട് കുട്ടിയുടെ ഡയലോഗ് എഴുതണം. ചേട്ടാ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരിക്കലും വീട്ടിലെത്താൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് കുട്ടി. അപ്പൊ നമ്മൾ അതിനെ ഭായ് മുझे लगता है हम कभी घर नहीं पहुंच पाएंगे.
ചേട്ടാ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരിക്കലും വീടെത്താൻ പറ്റില്ല എന്ന് പെൺകുട്ടി പറയാണ്. അപ്പൊ ആൺകുട്ടി ഹിമ്മത് സേ, ധൈര്യത്തോടു കൂടി. നമ്മളിതൊക്കെ ബ്രാക്കറ്റിൽ എഴുതണം കേട്ടോ. ഈ ക്യാരക്ടേഴ്സിന്റെ പേര്, ഡയലോഗിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ. ഹിമ്മത് മത് ഹാരോ ബഹൻ, ധൈര്യം നഷ്ടപ്പെടാതെ നോക്കൂ, അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത്. ഹിമ്മത് മത് ഹാരോ എന്നുള്ളത് ഹിന്ദിയിലുള്ളൊരു നോർമൽ ഫ്രേസ് ആണ്. അത് നമ്മൾ മലയാളത്തിലേക്ക് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ധൈര്യത്തോടെ ഇരിക്കൂ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ധൈര്യത്തോടെ ഇരിക്കൂ അനിയത്തി എന്ന് പറയാണ്. ഹം ജറൂർ പਹੁഞ്ചെങ്കിൽ, നമ്മൾ എന്തായാലും എത്തും വീട്ടിലേക്ക്. അപ്പൊ അനിയത്തി പറയാണ് ബഹൻ ആഖോമേ ആസു കെ സാത്ത്, കണ്ണുകളിൽ കണ്ണുനീരോട് കൂടി, അതായത് ഇപ്പൊ കരയെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബഹൻ ആഖോമേ ആസു കെ സാത്ത് പറയാണ്. മഗർ ഹമേ തോ ആകെ കാ രാസ്ത ഭി നഹീ പതാ, പക്ഷെ നമുക്കാണെങ്കിൽ ഇനി മുമ്പോട്ടുള്ള വഴി പോലും അറിയില്ല, അപ്പൊ നമ്മൾ എങ്ങനെ എത്തുന്നാ പറയണേന്ന് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് പറയാണ്. അപ്പോൾ ഭായ് ആത്മവിശ്വാസ് കെ സാത്ത്, കോൺഫിഡൻസോട് കൂടി പറയാണ്. ഹം കിസി തര പਹੁഞ്ച് ജായെങ്കി, നമ്മൾ ഏത് വിധേന എത്തി, ഇങ്ങനെയാണെങ്കിലും എത്തും, നമ്മൾ ഏത് രീതിയിലും എത്തും. എന്നിട്ട് ഭായ് തന്നെ പറയാണ്. ചലോ ഹം ഉത്തർ പശ്ചിം ദിശാക്കി ഓർ ചലത്തെ ഹെ, വാ നമുക്ക് നോർത്ത് വെസ്റ്റ് ഡയറക്ഷന്റെ അവിടേക്ക് നടക്കാം. നമുക്കപ്പോൾ ഈ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത്രയാണ് എഴുതാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അവസാനം ദൃശ്യ സമാപ്ത് എന്ന് എഴുതണം. നമ്മളെപ്പോഴും പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ഒരു സന്ദേശവാക്യവും അതിനനുയോജ്യമായ ഒരു പിക്ചറുമാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ യുദ്ധത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പോസ്റ്ററാണ്, യുദ്ധവിരുദ്ധ ഒരു പോസ്റ്ററാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം സന്ദേശവാക്യം എഴുതണം. യുദ്ധ സർവത്ര ശാന്തി കോ നഷ്ട് കർ ദേത്താ ഹെ, യുദ്ധം ശാന്തിയെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കുക. പിന്നെ വേറെ ഒരു സന്ദേശവാക്യം കൂടി എഴുതിയിട്ടുണ്ട്. യുദ്ധ കോ ഖത്മ കരോ ശാന്തി ബനായ രഖോ, യുദ്ധം അവസാനിപ്പിക്കൂ, ശാന്തിയും സമാധാനവും നിലനിർത്തൂ. അടുത്തത് ജബ് ഗാന്ധിജി കി ഗടി ചോരി ചലി ഗയി ലേഖ് കാ യഹ് അംശ് പഠേ ഓർ 4 से 6 तक के प्रश्नों के उत्तर लिखें. ജബ് ഗാന്ധിജിക്ക് ഗടി ചോരി ചലി ഗയി എന്ന ആർട്ടിക്കിളിന്റെ ഈ ഒരു ഭാഗം വായിച്ചിട്ട് 4 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ജോഡ്കർ ലിഖേ, കൂട്ടി എഴുതണം നമ്മൾ. മേ പ്ലസ് കോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് എന്താണ് വരാൻ നമ്മൾ എഴുതണം. മേ പ്ലസ് കോ മുജ്കോ എന്നും വരും, മുജേ എന്നും വരും. ഏത് എഴുതിയാലും മാർക്ക് കിട്ടും, രണ്ടും എഴുതിയാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. അടുത്തത് കോഷ്ടക് സെ സഹി ശബ്ദ് ചുൻകർ വാക്യ കോ ആകെ ബഡായേ. അപ്പൊ ഈ ബ്രാക്കറ്റ്സ് നിന്ന് വേർഡ്സ് തിരഞ്ഞെടുത്ത് ഈ സെന്റൻസസിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സെന്റൻസ് അവർ കൊടുത്തിട്ടുണ്ട്, 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സെന്റൻസ് ഗടി ചോരി ചലി ഗയി, വാച്ച് മോഷ്ടിക്കപ്പെട്ടു. രണ്ടാമത്തത് ഗാന്ധിജിക്ക് ഗടി ചോരി ചലി ഗയി, ഗാന്ധിജിയുടെ വാച്ച് മോഷ്ടിക്കപ്പെട്ടു. നമുക്ക് മൂന്നാമത്തേതായിട്ട് ഗാന്ധിജിക്ക് പുരാനി ഗടി ചോരി ചലി ഗയി എന്ന് എഴുതാം, ഗാന്ധിജിയുടെ പഴയ വാച്ച് മോഷ്ടിക്കപ്പെട്ടു. നാലാമത്തത് നമുക്ക് വേണമെങ്കിൽ റെയിൽ ഗാഡിമേ ഗാന്ധിജിക്ക് പുരാനി ഗടി ചോരി ചലി ഗയി എന്ന് എഴുതാം, ട്രെയിനിൽ വെച്ച് ഗാന്ധിജിയുടെ പഴയ വാച്ച് മോഷ്ടിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഗാന്ധിജിക്ക് പുരാനി ഗടി റെയിൽ ഗാഡിമേ ചോരി ചലി ഗയി എന്ന് എഴുതാം. 2 എഴുതിയാലും കറക്റ്റ് ആണ്, ഒരു മീനിങ് ഫുൾ സെന്റൻസ് ഉണ്ടായാൽ മതി. പുരാനി റെയിൽ ഗാഡി എന്നൊന്നും എഴുതിയാൽ ശരിയാവില്ല. നമ്മൾ ഇത് മീനിങ് വരുന്ന പോലെ, അതായത് ഗാന്ധിജിയുടെ വാച്ച്, പഴയ വാച്ച് ട്രെയിനിൽ വെച്ച് മോഷ്ടിക്കപ്പെട്ടു, ഈ ഒരു മീനിങ് വരുന്ന രീതിയിൽ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയാൽ മതി, മാർക്ക് കിട്ടും. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. वायसराय की चाय पार्टी पर जाते समय गांधी जी की घड़ी चोरी चली गई, गांधी जी की उस दिन की डायरी कल्पना करके लिखें. വോയിസ്രോയുടെ ടീ പാർട്ടിക്ക് പോണ സമയത്ത് ഗാന്ധിജിയുടെ വാച്ച് മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഗാന്ധിജിയുടെ അന്നത്തെ ഡയറി ഇമാജിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ ഡേറ്റ് എഴുതണം. റാൻഡം ആയിട്ടുള്ളൊരു ഡേറ്റ് എഴുതാം, കാരണം ഈ കഥയിൽ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് 28 ജൂലൈ 1941, അതായത് 28 ജൂലൈ 1941. 1947 മുമ്പായിരിക്കുമല്ലോ അത് നടന്നിട്ടുണ്ടാവുക. അപ്പം അതിന് മുമ്പുള്ളൊരു വർഷം കൊടുക്കണം. ഡേറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. എന്നിട്ട് ആദ്യം എഴുതേണ്ടത് ആജ് ബഹത് ദുഃഖ് ദായക് ദിൻ താ, ഇന്ന് ഗാന്ധിജിക്ക് വളരെ വിഷമമുണ്ടായിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ, വാച്ച് കളഞ്ഞു പോയപ്പോൾ. അപ്പോൾ ആജ് ബഹത് ദുഃഖ് ദായക് ദിൻ താ, ഇന്ന് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു എന്ന് എഴുതണം. മേരി പ്യാരി ഘടി ചോരി ചലി ഗയി, എൻ്റെ പ്രിയപ്പെട്ട വാച്ച് മോഷ്ടിക്കപ്പെട്ടു. മുझे വോയിസ്രോയിനെ അപ്നെ ഘർ പേ ബുലായ ഥാ, വോയിസ്രോയ് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. मैं उनसे मिलने जा ही रहा था कि रेलगाड़ी से मेरी घड़ी चोरी चली गई, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്ന ടൈമിലാണ്
ട്രെയിനിൽ വെച്ച് എൻ്റെ വാച്ച് മോഷ്ടിക്കപ്പെട്ടത്. വ ഘടി മുझे बहुत प्यारी थी. ആ വാച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാച്ചായിരുന്നു. मैंने वायसराय से भी इसके बारे में बात किया. ഈ വിഷയത്തെ പറ്റി ഞാൻ വായ്സ്രോയോടും സംസാരിച്ചിരുന്നു. വാച്ച് കാണാതായതിനെ പറ്റിയിട്ട് വായ്സ്രോയോടും സംസാരിച്ചിരുന്നു. വ ബഹത് പുരാനി ഘടി थी. അത് വളരെ പഴയൊരു വാച്ചായിരുന്നു. मेरा दिल कहता है कि वह घड़ी मुझे वापस मिल ही जाएगा. എൻ്റെ മനസ്സ് പറയുന്നു ആ വാച്ച് എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. അടുത്തത് ഫൂൽ കവിത की पंक्तियां पढ़ें. പ്രശ്ന 7 और 8 के उत्तर लिखें. ഫൂൽ എന്ന കവിതയിലെ വരികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് വായിക്കുക. എന്നിട്ട് 7ഉം 8ഉം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതുക. നമുക്ക് ഈ കവിത അറിയാവുന്നത് തന്നെയാണല്ലോ, അപ്പോൾ കവിതയുടെ വരി വായിക്കുന്നില്ല. 7th ക്വസ്റ്റ്യൻ നോക്കാം. വിശേഷൻ ശബ്ദ് ചുൻകർ ലിഖേ. ഇതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ റസ് എന്നാണ്. റസ് എന്ന് പറഞ്ഞാൽ ഹണി, തേൻ എന്നാണ് അർത്ഥം വരുന്നത്. തേൻ എന്ന് പറയുന്ന ഒരു വിശേഷണമല്ല, ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ല. അപ്പോൾ അതല്ല എന്തായാലും. അടുത്തത് കോമൽ ആണ്, സോഫ്റ്റ് എന്നുള്ളതാണ്. സോഫ്റ്റ് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്. അടുത്തത് ഗന്ധ് എന്നാണ്. ഗന്ധ് എന്ന് പറഞ്ഞാൽ സ്മെൽ എന്നാണ് അർത്ഥം. സ്മെൽ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ഒന്നും അല്ല. അടുത്തത് ഫൂൽ എന്നാണ്. ഫൂൽ എന്നുള്ള ഡിസ്ക്രൈബിംഗ് വേർഡേ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്ലവർ എന്നുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ല. അപ്പോൾ ഇതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ് ആയിട്ടുള്ളത് കോമലാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹവ और മധുമക്കി പ്ലാസ്റ്റിക് के फूलों से क्यों असंतुष्ट हैं. ഈ കാറ്റും മധുമക്കി അതായത് ഹണിബിയും ഒക്കെ പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ കിട്ടിയപ്പോൾ എന്താണ് സന്തോഷമില്ലാണ്ടിരിക്കുന്നത്, എന്താണ് അവർ അൺഹാപ്പി ആയിട്ടിരിക്കുന്നത്? ഇതിന്റെ ആൻസർ ഹവ കോ ഫൂലോ സെ ഗന്ധ് ചാഹിയേ ഥാ और മധുമക്കിയോ കോ രസ് ചാഹിയേ ഥാ. ഈ കാറ്റിന് പൂക്കളിൽ നിന്ന് വേണ്ടത് എന്താണ്? മണമാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വേണ്ടത്. മധുമക്കി അതായത് ഹണിബിക്ക് വേണ്ടത് എന്താണ്? തേനാണ്. യഹ് സബ് ചീസേ പ്ലാസ്റ്റിക് ഫൂൽ നഹി ദേ സക്തേ. ഈ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇസ്ലിയെ ഹവ और മധുമക്കി പ്ലാസ്റ്റിക് ഫൂലോ സെ അസന്തുഷ്ട. ഈ കാരണം കൊണ്ടാണ് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്നപ്പോൾ അവർക്ക് അതൊന്നും സന്തോഷമില്ലാണ്ടിരുന്നത്. അടുത്തത് ഫുട്ബോൾ കെ ദിൽ കാ രാജ ലേഖ് കാ അഞ്ച് പഠേ और 9 से 11 तक के प्रश्नों के उत्तर लिखें. ഫുട്ബോൾ കെ ദിൽ കെ രാജ എന്ന ആർട്ടിക്കിളിന്റെ ഈ ഒരു ഭാഗം വായിച്ചിട്ട് 9 തൊട്ട് 11 വരെയുള്ള ചോദ്യങ്ങളുടെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാരഗ്രാഫ് വായിക്കുന്നില്ല. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പെലെ അർജന്റീന ക ഖിലാഡി ഥാ. പെലെ അർജന്റീനയുടെ കളിക്കാരനായിരുന്നു. അർജന്റീനയുടെ അല്ല, പെലെ ബ്രസീലിന്റെ കളിക്കാരനായിരുന്നു. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് പെലെനെ ഔപചാരിക് ശിക്ഷ പായി ഥി. ഈ വേർഡ് കൺഫ്യൂഷൻ വന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഔപചാരിക് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോർമൽ എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ പറയില്ലേ ഔപചാരിക് പത്ര ലിഖേ, ഫോർമൽ ലെറ്റർ എഴുതുക. ഇംഗ്ലീഷിലൊക്കെ വരാറില്ലേ, ഹിന്ദിയിലും വരാറുണ്ട്. ഫോർമൽ ലെറ്റർ എഴുതുക, ഇൻഫോർമൽ ലെറ്റർ എഴുതുക എന്നൊക്കെ. അപ്പോൾ ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ എന്നാണ് ഔപചാരിക്കിന്റെ മീനിങ്. ഔപചാരിക് ശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ വിദ്യാഭ്യാസം എന്നറിയാം. അപ്പൊ ഔപചാരിക് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ടൊരു വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇല്ല അല്ലെ, പെലെ സ്കൂളിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒഫീഷ്യൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുക? അപ്പൊ പിന്നെ അത് തെറ്റാണ്. അടുത്ത ഓപ്ഷൻ പെലെ അമീർ പരിവാർ കാ സദസ്യ ഥാ. അമീർ എന്ന് പറഞ്ഞാൽ റിച്ച് എന്നാണ് അർത്ഥം. റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് പെലെ വന്നിരിക്കുന്നതെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഭയങ്കര കഠിനമായ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നൊക്കെ നമുക്ക് നല്ലോണം അറിയാവുന്നതാണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് വന്നത്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. പെലെ സാന്തോസ് ക്ലബ് കാ ഖിലാഡി ഥാ. പെലെ സാന്തോസ് എന്ന ബ്രസീലിന്റെ ക്ലബിന്റെ കളിക്കാരനായിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. സാന്തോസിന്റെ കളിക്കാരനായിരുന്നു എന്ന് ഈ ലേഖിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൈ കഠിനായിयों के शिकार होने पर भी पेले ने लोगों के दिल पर राज किया. यह कैसे संभव हो सका. കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ പെലെ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും മനസ്സ് കീഴടക്കി ഒരു ഫുട്ബോളിന്റെ രാജാവ് എന്നുള്ള ഒരു റെക്കഗ്നീഷൻ അദ്ദേഹത്തിന് കിട്ടി. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടും കൂടി എങ്ങനെയാണ് അദ്ദേഹം ലോകത്തിലുള്ള ആൾക്കാരുടെയൊക്കെ മനസ്സ് കീഴടക്കിയത്? അപ്പൊ ഇതിന്റെ ആൻസർ നോക്കാം. പെലെ ബഹുത് അച്ഛേ ഫുട്ബോൾ ഖിലാഡി ഥേ. പെലെ വളരെ നല്ലൊരു ഫുട്ബോളർ ആയിരുന്നു, ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. വേ ദൂസരെ ടീം കെ ഖിലാഡിയോ കോ ഭി സമ്മാൻ ദേത്തെ ഥേ. അദ്ദേഹം മറ്റ് ടീമിലെ കളിക്കാർക്ക് പോലും റെസ്പെക്ട് കൊടുത്തിരുന്നു. പെലെനെ അപ്നെ ഹുനർ और വ്യവഹാർ സെ ലോഗോं के दिल पर राज किया. പെലെ അദ്ദേഹത്തിന്റെ ടാലന്റും ബിഹേവിയറും കൊണ്ട് ആൾക്കാരുടെ മനസ്സ് കീഴടക്കി. അടുത്തത് നോക്കാം. സങ്കേതോं की सहायता से പെലെ की जीवनी का अंश लिखें. പെലെയുടെ ഒരു ബയോഗ്രഫിയുടെ പാർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജീവനിയുടെ പാർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ജീവചരിത്രത്തിന്റെ.
അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എഴുതാൻ ഈസിയാണ്. ആദ്യം പെലെ എന്ന ഹെഡിങ് കൊടുക്കണം, എന്നിട്ട് നമ്മൾ ഇതിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കി എഴുതിയാൽ മതി. പെലെ വിശ്വ കാ മഷൂർ ഫുട്ബോളർ ഹെ. പെലെ വിശ്വ കാ മഷൂർ ഫുട്ബോളർ ഥാ. പെലെ ഈ ലോകത്തിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു ഫുട്ബോളർ ആയിരുന്നു. ഉൻകെ ഹുനർ കെ ബാരെ മേ സാര വിശ്വ ജാനതാ താ. ഇതിൽ അതിലില്ലാത്തൊരു പോയിന്റ് ആണ് ഇത്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, അതിലുള്ള മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എക്സ്ട്രാ ആയിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. അദ്ദേഹത്തിന്റെ ടാലന്റിനെ പറ്റി ഈ ലോകത്തിന് എല്ലാവർക്കും അറിയാം, ലോകത്തിന് മൊത്തം അറിയായിരുന്നു. ഉൻഹോനെ 16 സാൽ കെ ഉമ്ര മേ കരിയർ കി ശുരുവാത് കി. അദ്ദേഹം 16 വയസ്സുള്ളപ്പോഴാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്, ഫുട്ബോൾ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. വേ ബ്രാസീൽ കി ഖിലാഡി തെ. അദ്ദേഹം ബ്രസീലിന് വേണ്ടിയാണ് കളിച്ചിരുന്നത്, ബ്രസീലിന്റെ കളിക്കാരനായിരുന്നു. വേ 3 വിശ്വകപ്പ് ജീത്നെ വാലെ ഏക് മാത്ര ഖിലാഡി തെ. അദ്ദേഹം 3 പ്രാവശ്യം ലോകകപ്പ് ജയിച്ച ഒരേ ഒരു കളിക്കാരനായിരുന്നു. 29 ഡിസംബർ 2022 में उनकी मृत्यु हुई. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സഹി മിലാൻ കറേ. ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഫുട്ബോൾ കെ ദിൽ കെ രാജ കെ രൂപ് മേ. ഫുട്ബോളിന്റെ ഹൃദയത്തിന്റെ രാജാവ് എന്ന ഒരു ഫോമിൽ, എന്നൊരു രൂപത്തിൽ ആരാണ് ഫേമസ് ആയത്? പെലെ പ്രസിദ്ധ ഹോ ഗയേ. പെലെ പ്രസിദ്ധനായി, പെലെ ഫേമസ് ആയി, ആ ഒരു പേരിലാണ് പെലെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത് പെലെ പ്രസിദ്ധ ഹോ ഗയ എന്നുള്ളത് മാച്ച് ചെയ്യുക. അടുത്തത് പെലെ കി ഹുനർ കി തര. പെലെയുടെ കഴിവിനെ പോലെ തന്നെ ലെസണിലുള്ള ഒരു സെന്റൻസ് ആണ്. മുസ്കാൻ ബി മഷൂർ തി. അദ്ദേഹത്തിന്റെ ചിരിയും ഫേമസ് ആണ്. അപ്പോൾ മുസ്കാൻ ബി മഷൂർ തി ആയിട്ടുള്ളത്, അപ്പോൾ മുസ്കാൻ ബി മഷൂർ തിയുമായിട്ട് മാച്ച് ചെയ്യുക. അടുത്തത് സാന്തോസ് കെ ലിയെ പെലെ. സാന്തോസിന് വേണ്ടി പെലെ എക്സിബിഷൻ മാച്ചസിനൊക്കെ പോയിരുന്നു, നുമായിഷി മാച്ചസിനൊക്കെ പോയിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. നുമായിഷി മാച്ച് ഖേൽത്തേ ഥേ, അതുമായിട്ട് മാച്ച് ചെയ്യുക. നുമായിഷി മാച്ച് കളിച്ചിരുന്നു. അപ്പോൾ സാന്തോസ് കെ ലിയെ പെലെ നുമായിഷി മാച്ച് ഖേൽത്തേ ഥേ ആയിട്ട് മാച്ച് ചെയ്യുക. അടുത്തത് ഗാരിൻച നെ അപ്നി പ്രതിഭ ശരാബ് പീക്കർ ബിഗാഡ് ദി. ഗാരിൻച അദ്ദേഹത്തിന്റെ കഴിവിനെ മദ്യം കുടിച്ച് നശിപ്പിച്ചു. ശരാബ് പീക്കർ ബിഗാഡ് ദിയുമായിട്ട് മാച്ച് ചെയ്യാം. മാച്ച് ചെയ്താൽ മാത്രം പോലെ നമ്മൾ സെന്റൻസ് ആയിട്ട് എഴുതണം. അടുത്തത് നോക്കാം. झटपट और नटखट कहानी का अंश पढ़े. प्रश्न 12 और 13 के उत्तर लिखें. झटपट और नटखट എന്ന കഥയുടെ ഭാഗം വായിച്ചിട്ട് 12ഉം 13ഉം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അപ്പം ഞാൻ ഈ ഭാഗം വായിക്കുന്നില്ല, 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബഡേ കോ ചോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ. വലിയവരാണ് ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്, നോക്കേണ്ടത്. മാ കെ ഇസ് കഥൻ കാ സങ്കേത് ക്യാ ഹെ. അമ്മയുടെ ഈ ഒരു ഡയലോഗിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. നട്ട്കട്ട് കോ സ്വതന്ത്ര ചലനേ ദോ. അവൻ അങ്ങനെ വെറുതെ ശ്രദ്ധിക്കാതെ വിടുന്നതല്ല അമ്മ പറഞ്ഞതിന്റെ അർത്ഥം. നട്ട്കട്ട് കി ദേഖ്ഭാൽ കരേ. നട്ട്കട്ടിനെ നോക്കുക, പരിപാലിക്കുക, ശ്രദ്ധിക്കുക, അതാണ് അർത്ഥം അല്ലേ. അപ്പൊ ഖായ തന്നെയാണ് ആൻസർ എന്നാലും നമുക്ക് വേറെ ഓപ്ഷൻസും കൂടി നോക്കാം. നട്ട്കട്ട് കാ തിരസ്കാർ കരേ. നട്ട്കട്ടിനെ അങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയുക, അവോയ്ഡ് ചെയ്ത് കളയുക, അതല്ല അല്ലേ, അത് തെറ്റായിട്ടുള്ളതാണ്. നട്ട്കട്ട് കോ സജാദേ. നട്ട്കട്ടിന് ശിക്ഷ കൊടുക്കുക, പനിഷ്മെന്റ്സ് ഒക്കെ കൊടുക്കുക, അതും അല്ല. അപ്പോൾ ഖായാണ് ആൻസർ. നട്ട്കട്ട് കി ദേഖ്ഭാൽ കരേ എന്നാണ് ആൻസർ. അടുത്തത് നോക്കാം. നട്ട്കട്ട് കെ ബാരെ മേ ചട്ട്പട്ട് മാ സെ ശിക്കായത് കർത്താ ഹെ. നട്ട്കട്ടിനെ പറ്റിയിട്ട് അമ്മയോട് ചട്ട്പട്ട് കംപ്ലൈന്റ് പറയാണ്. ഇസ് പ്രസംഗ് പർ മാ ഓർ ചട്ട്പട്ട് കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. ഈ ഒരു സിറ്റുവേഷനിൽ ചട്ട്പട്ടിന്റെ അമ്മയുടെ ഇടയ്ക്കുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 4 മാർക്കിന് ആയതുകൊണ്ട് നമുക്കൊരു 4ഓ 5ഓ എക്സ്ചേഞ്ച് ഒക്കെ എഴുതാം. ആദ്യം തന്നെ ചട്ട്പട്ട് പറയാണ്, മാ നട്ട്കട്ട് മുझे बहुत परेशान करता है. അമ്മേ, ആ നട്ട്കട്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയാണ്, അരേ വ ഛോട്ടാ ഹേ നാ, ബഡേ കോ ഛോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ. അതെ, അവൻ ചോട്ടയല്ലേ, അതായത് അവൻ ചെറുതല്ലേ, അപ്പൊ അവനെ നീ തന്നെയല്ലേ നോക്കേണ്ടത്, വലിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികളെ നോക്കേണ്ടത് എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പൊ ചട്ട്പട്ട് പറയാണ്, പർ മാ ആപ് ഉസ്സേ കുച്ച് കഹിയേ നാ. പക്ഷെ അമ്മ, അവൻ എന്തെങ്കിലും ചീത്ത പറയൂ, അപ്പോഴല്ലേ അവനൊന്ന് അടങ്ങുള്ളൂ. ചീത്ത പറയൂ എന്നാണ് ഇംപ്ലൈ ചെയ്യുന്നത്. കുച്ച് കഹി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയൂ എന്നാണ് അർത്ഥം. ചീത്ത പറയൂ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അമ്മ പറയാണ്, വഹ് അബ് മേരി ബാത് സമജ് നഹി പായേഗ. അവൻ ഇപ്പം ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല, അവൻ ചെറുതല്ലേ. ചോട്ടേ ബച്ചെ ऐसे ही शरारती होते हैं. ചെറിയ കുട്ടികൾ ഇതുപോലെയൊക്കെ തന്നെയാണ്, കുറുമ്പന്മാരായിരിക്കും, കുറുമ്പികളായിരിക്കും. ഞാൻ പറയുന്നൊന്നും മനസ്സിലാവൊന്നും ഇല്ല അവന്, ഞാൻ ചീത്ത പറഞ്ഞാലും അത് കാര്യമൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പൊ ചട്ട്പട്ട് പറയാണ്, മാ വ ബഹുത് ധീരെ ചൽത്താ ഹെ. അമ്മ, അവൻ ഭയങ്കര പതുക്കെയാ നടക്കുള്ളൂ. അപ്പൊ അമ്മ പറയാണ്, വ ഛോട്ടാ ഹെ, തുമ്ഹാരി തര തേസ് ചൽ നഹി പായേഗ. അവൻ ചെറുതല്ലേ, നിന്നെ പോലെ അങ്ങനെ സ്പീഡിൽ നടക്കാൻ പറ്റില്ല അവന്. അപ്പൊ ചട്ട്പട്ട് പറയാണ്,
लेकिन उसकी वजह से स्कूल के लिए हमेशा देरी हो जाती है. പക്ഷെ അവൻ കാരണം എപ്പോഴും സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ട് എത്താൻ പറ്റാറുള്ളൂ. അവനിങ്ങനെ പതുക്കെ നടക്കണോണ്ട് ലേറ്റ് ആയിട്ട് എത്താറുള്ളൂ. അപ്പം മാ പറയാണ്, തോ ഘർ സെ ജൽദി സ്കൂൾ ജാവോ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിക്കോ നിങ്ങള്. ठीक है, ഓക്കെ, മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ठीक है എന്ന് പറയാണ്. देखो बेटा, इस बारे में मैं कुछ नहीं कर सकती. ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല, ചെയ്തൊന്നും കാര്യമില്ല എന്ന് പറയാണ്. നട്ട്കട്ടിനെ ചീത്ത പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവൻ്റെയും തെറ്റല്ല, അവൻ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ झटपट ठीक है എന്ന് പറയണ ഒരു. അടുത്തത് जन जन का चेहरा एक कविता की ये पंक्तियां पढ़ें और 14 से 16 तक के प्रश्नों के उत्तर लिखें. ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന കവിതയുടെ ഈ വരികൾ വായിച്ചിട്ട് 14 തൊട്ട് 16 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വരികൾ വായിക്കുന്നില്ല, നമ്മൾ ഈ കവിത പഠിച്ചതാണ്, അതുകൊണ്ട് ഈ വരി വായിക്കുന്നില്ല. 14th ക്വസ്റ്റ്യൻ നോക്കാം. ജൻ ജൻ കാ ചെഹ്റ ഏക് കവിതാക്ക് കവി കോൺ ഹെ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന കവിതയുടെ കവി ആരാണ് അത് എഴുതിയിട്ടുള്ളത്? ആദ്യത്തെ ഓപ്ഷൻ രാംധരേഷ് മിശ്ര ആണ്. രാംധരേഷ് മിശ്ര എഴുതിയത് ഫൂൽ എന്ന കവിതയാണ്. സോപാൻ ജോഷിയാണ് അടുത്തത്. സോപാൻ ജോഷി കവിതയല്ല എഴുതിയിട്ടുള്ളത്, ലേഖാണ് എഴുതിയിട്ടുള്ളത്. മറ്റേ ഫുട്ബോൾ കെ ദിൽക്കാ രാജ പെരയുടെ ലെസൺ ഇല്ലേ, അത് എഴുതിയിട്ടുള്ളതാണ് സോപാൻ ജോഷി. അടുത്തത് പ്രഭാതാണ്. പ്രഭാത് എഴുതിയ കഹാനിയാണ്, ഘർ എന്ന കഹാനിയാണ്. മുക്തിബോധാണ് ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ മുക്തിബോധ് എന്നുള്ളതാണ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമാൻ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖേ. ഒരേ മീനിങ് ഉള്ള ലൈൻസ് നമ്മൾ കവിതയിൽ നിന്ന് എടുത്ത് എഴുതണം. അപ്പോൾ ഏത് മീനിങ് വരുന്നതാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. സാരെ വിശ്വ കി ആം ജനതാ കാ ഏക് ഹി ദൽ ഹെ, ഉൻകാ ഏക് ഹി പക്ഷ ഹെ. ഈ ലോകം മൊത്തമുള്ള ജനങ്ങളുടെ ഒരു പക്ഷമാണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് അവരുള്ളത്. ഇതേ മീനിങ് വരുന്നത് ഫസ്റ്റ് ലൈൻ തന്നെയാണ്. പൃഥ്വി കെ ഗോൾ ചാരോ ഓർ സെ ധരാതൽ പർ ഹെ ജനതാ കാ ദൽ ഏക് ഏക് പക്ഷ. അതാണ് ഇതേ മീനിങ് വരുന്ന ലൈൻ. അടുത്തത് നോക്കാം. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുവേ കവിതാംശ് കാ ആശയം ലിഖേ. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവിതയുടെ ഭാഗത്തിന്റെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന ഒരു ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് യ കവിതാംശ് ജൻ ജൻ കാ ചെഹ്റ ഏക് കവിത സേ ഹെ. ഈ കവിതയുടെ ഭാഗം, ഈ കവിതാംശം എടുത്തിട്ടുള്ളത് ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന കവിതയിൽ നിന്നാണ്. എന്നിട്ട് അടുത്ത ലൈനായിട്ട് എഴുതണം ഇസ്കെ കവി മുക്തിബോധ് ഹെ. ഈ കവിത എഴുതിയിട്ടുള്ളത് മുക്തിബോധാണ്. എന്നിട്ട് എഴുതാം യഹാ കവി कहते हैं कि धरती के सारे लोगों का एक पक्ष है. പക്ഷ് ഏക് ഹെ എന്നതിലും കുഴപ്പമൊന്നുമില്ല. കവി പറയുന്നത് ഈ ലോകത്ത് മൊത്തമുള്ള ആൾക്കാരുടെ പക്ഷം ഒന്നാണ്, ഒരു ഗ്രൂപ്പാണ്. നമുക്ക് ഇവിടെ തന്നെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം അതിന് മുമ്പത്തുള്ള ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അതേ ലൈൻ എഴുതിയാലും കുഴപ്പമില്ല. സാരെ സംസാർ കി ആം ജനതാ കാ ഏക് ഹി ദൽ ഹെ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ലൈനായിട്ട് എഴുതുക ഏക് ഹി ലക്ഷ്യ കെ ലിയേ വേ ലോഗ് ലഡ്തേ ഹെ. ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത്, ഈ ആൾക്കാരൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. ചൂഷകർക്ക് എതിരെയുള്ള ഫൈറ്റ് ആണെന്നൊക്കെ നമ്മൾ ലെസൺ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നതാണ്. അടുത്ത ലൈനായിട്ട് എഴുതുക കവി कहते हैं कि जनता की वेदना भी एक समान है. അടുത്ത ലൈൻ്റെ ആശയമാണിത്. ജനത അതായത് എല്ലാ പോപ്പുലേഷൻ്റെ ഒക്കെ ജനങ്ങളുടെ മൊത്തം വേദനയും ഒരേപോലെ ഉള്ളതാണ് എന്ന് കവി പറയുന്നുണ്ട്. അടുത്തത് എഴുതണം. അടുത്ത ലൈനായിട്ട് എഴുതണം കവി ने विश्व के कई नदियों का जिक्र किया है. ഇവിടെ കവി പല നദികളുടെയും, ഈ ലോകത്തുള്ള പല നദികളെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ലൈനാണ് ഈ നീൽ നദി, ആമസോൺ എന്നൊക്കെ തുടങ്ങുന്ന ആ ലൈനില്ലേ, ഗംഗ, ഇരാവതി, അതൊക്കെ അതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ലോകത്തുള്ള പല നദികളെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് കവി कहते हैं कि നദി പ്രവാഹ് और जीवन का प्रवाह एक समान है. കവി പറയുന്നു ജീവിതത്തിന്റെ ഒഴുക്കും നദിയുടെ ഒഴുക്കും ഏകദേശം ഒരേപോലെയാണ് എന്നുള്ളത്. അടുത്തത് ജബ് ഗാന്ധിജി की गड़ी चोरी चली गई लेख का यह अंश पढ़ें और प्रश्न 17 और 18 के उत्तर लिखें. ജബ് ഗാന്ധിജി की गड़ी चोरी चली गई എന്ന ആർട്ടിക്കിളിന്റെ ഈ ഭാഗം വായിച്ചിട്ട് 17ഉം 18ഉം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഈ പാരഗ്രാഫ് വായിക്കുന്നില്ല. ഗാന്ധിജി നാശ്തേ കെ ലിയെ ബക്രി കെ ദൂധ് സെ ബന ദഹി സാത്ത് ലായേ थे. ഗാന്ധിജി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബക്രി കാ ദൂധ് അതായത് ആട്ടിൻ പാല് കൊണ്ടുണ്ടാക്കിയ തൈരാണ് കൊണ്ടുവന്നിരുന്നത്. ഇസ്സേ വേ ക്യാ സന്ദേശ് ദേനാ ചാത്തേ ഹെ. ഇതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സമ്പന്നത, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ആഡംബരമായിട്ടുള്ള ഭക്ഷണമൊന്നുമല്ലോ അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ വെൽത്തി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, സമ്പന്നത കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അടുത്തത് സാദ്ഗി, സിംപ്ലിസിറ്റി ആണ്.
ബക്രി കാ ദൂദ് എന്നൊക്കെ പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ. സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത്. നമുക്ക് അടുത്ത ഓപ്ഷൻസും കൂടി നോക്കാം. സമ്മാൻ ക, മറ്റേ വയസ്സറായതിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് അദ്ദേഹം ആട്ടിൻപാല് കൊണ്ടുവന്ന് കഴിച്ചത്, അല്ലേ. അടുത്തത് നോക്കാം. ദിഖാവേ ക, ദിഖാവ എന്ന് വെച്ചാൽ ഇങ്ങനെ ഷോ ഓഫ് ഒക്കെ ചെയ്യില്ലേ, ഷോ ഓഫ് കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ടാണ് അദ്ദേഹം ബക്രിക്ക ദൂത് കൊണ്ടുവന്നത്. അതെന്തായാലും ശരിയല്ല, ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം കൊണ്ടുവന്നത്. സമ്മാനുമല്ല, റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല. സാദ്ഗിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സാദ്ഗി പറഞ്ഞാൽ സിംപ്ലിസിറ്റി ആണ്. സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം എത്ര സിമ്പിളായ ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് ഈ ബക്രിക്ക ദൂത് കൊണ്ടുവന്നതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ സാദ്ഗിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ലേഡി മൗണ്ട് ബേട്ടന്റെ ഒരു ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്റർ ആണ് എഴുതാനുള്ളത്. ഈ ഗാന്ധിജി വീട്ടിലേക്ക് വന്നു പോയ ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആദ്യം ഡേറ്റ് കൊടുക്കണം. ഞാനിവിടെ 23 മാർച്ച് 1943 ആണ് കൊടുത്തിട്ടുള്ളത്. 23 മാർച്ച് 1943. നമ്മൾ പ്ലേസ് കൊടുക്കണം. ഞാൻ ദില്ലിന്ന് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് എഴുതുന്നത് എന്നൊന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ലല്ലോ. എവിടെയാണ് അവരുള്ളതെന്നൊന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡൽഹിന്ന് ഒരു പ്ലേസ് കൊടുക്കുകയാണ്. അടുത്തത് പ്രിയ സഹേലി എന്ന് എഴുതണം. ഡിയർ ഫ്രണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതില്ലേ, അതുപോലെ പ്രിയ സഹേലി അല്ലെങ്കിൽ പ്രിയ മിത്ര എന്നൊക്കെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് മുझे तुमसे कुछ कहना है, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. आज मैंने भारतीयों के सर्वोच्च नेता गांधी जी के लिए एक दावत आयोजित की थी. ഞാൻ ഇന്ന് ഇന്ത്യയിലെ വലിയൊരു നേതാവായ ഗാന്ധിജിക്ക് വേണ്ടി ഒരു ഫീസ്റ്റ് റെഡിയാക്കി, ഒരു ടീ പാർട്ടി തയ്യാറാക്കി, അറേഞ്ച് ചെയ്തു. सारी तैयारियां हो चुकी थी लेकिन वे अपना खाना साथ लेकर आए. എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഫുഡ് കൂടെ കൊണ്ടുവന്നു. इसके अलावा उन्होंने रूम कूलर वाले ठंडे कमरे में बैठने से इनकार कर दिया. ഇത് കൂടാതെ റൂം കൂളർ ഇട്ട റൂമിൽ അദ്ദേഹം ഇരിക്കില്ല എന്ന് പറഞ്ഞു, അത് വേണ്ടാന്ന് പറഞ്ഞു. ഉൻകെ വ്യവഹാറിനെ മുझे बहुत चौंका दिया. അദ്ദേഹത്തിന്റെ ഈ ബിഹേവിയർ എന്നെ വല്ലാതെ സർപ്രൈസ് ചെയ്തു. इसके बारे में तुम्हें क्या लगता है? ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം? അത് കഴിഞ്ഞിട്ട് തുമ്ഹാരി ദോസ്ത് എന്ന് എഴുതണം, നിന്റെ കൂട്ടുകാരി. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ നമ്മൾ ഹസ്താക്ഷർ എന്ന് തന്നെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ടൊരു ബോക്സിൽ സേവാമേ, അമേ എന്ന് പറഞ്ഞാൽ ടു എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കാണോ അയക്കണേ അവരുടെ പേര് എഴുതണം. ടു ഇന്ന പേര് എന്നുണ്ടാവുമല്ലോ. അപ്പോൾ തെരേസ എന്നാണ് നമ്മളിവിടെ പേര് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പിന്നെ നമ്മൾ അവരുടെ സ്ഥലം എഴുതണം. സ്ഥലം ലണ്ടൻ എന്ന് കൊടുത്തിട്ടുണ്ട്. യു കെ എന്ന് തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ലെറ്റർ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ എഴുതാം. ഇനി നിങ്ങൾക്ക് ലെറ്റർ എഴുതാൻ സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ ഈസി ആയിട്ടുള്ളതാണ് ഈ ചാർ സഹി പ്രസ്താവ് ചുൻകർലിക്ക് എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ഒരു 4 സെൻറ്റൻസ് എടുത്ത് ഇങ്ങനെ എഴുതിയാൽ മതി. ഫോർമാറ്റ് ഒന്നുമില്ലല്ലോ ഇതിന്, സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് വായിക്കാം. ഗാന്ധിജീനെ ബഡേ അൻമനെ പൻസെ മൗണ്ട് ബേട്ടൻ കി ബാത്തേ സുനി. ഗാന്ധിജി അത്ര താല്പര്യമൊന്നും ഇല്ലാണ്ട് മൗണ്ട് ബേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അത് ടെക്സ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അൻമനാപ്പൻ ഉണ്ടായിരുന്നു ഗാന്ധിജിക്ക് ആ സമയത്ത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഗാന്ധിജിക്കോ അപ്നി പുരാനി ഘടി ബഹുത് പസന്ദ് തി. ഗാന്ധിജിക്ക് അദ്ദേഹത്തിന്റെ പഴയ വാച്ച് വളരെ ഇഷ്ടമായിരുന്നു, അല്ലേ. അത് നഷ്ടമായപ്പോൾ ഗാന്ധിജിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയതായിരുന്നു. അപ്പോൾ ഇതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റും സെക്കൻഡും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഗാന്ധിജി, അടുത്തത് നോക്കാം. ഗാന്ധിജിക്ക് സ്വാഗത് കെ ലിയെ ബഡി തയ്യാറിയാ കി ഗൈ. ഗാന്ധിജിയുടെ സ്വാഗതത്തിന് വേണ്ടി, ഗാന്ധിജിയെ വെൽക്കം ചെയ്യാനായിട്ട് വൈസ്രോയുടെ വീട്ടിൽ വലിയ വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ടെക്സ്റ്റിലുള്ള സെന്റൻസ് ആണ്, അതും കറക്റ്റ് ആണ്. അടുത്തത് നോക്കാം. ഗാന്ധിജി വൈസ്രോയ്ക്ക് സാരേ പ്രബന്ധ് സേ സന്തുഷ്ട ഥേ. ഈ വൈസ്രോയ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ ഗാന്ധിജിക്ക് വളരെ സന്തോഷമായി. അത് കറക്റ്റ് ആയിട്ടുള്ളതല്ല, അല്ലെ. ഒരു താല്പര്യം ഇല്ലാണ്ടാണ് ഗാന്ധിജി കേട്ടത് തന്നെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. സന്തോഷം ആയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അടുത്തത് ഗാന്ധിജി അപ്ന നാഷ്ത സാത്ത് ലായേ ഥേ. ഗാന്ധിജി തന്റെ ഭക്ഷണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അടുത്തത് ഗാന്ധിജിനെ വൈസ്രോയ് കാ ആമന്ത്രൺ സ്വീകാർ നഹി കിയ. ഗാന്ധിജി വൈസ്രോയ് ടീ പാർട്ടിക്ക് വിളിച്ചപ്പോൾ ആ ഇൻവിറ്റേഷൻ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, അങ്ങനെ റിജക്റ്റ് ചെയ്തു. അത് തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് 1, 2, 3 and 5 ആണ്. അടുത്ത ലെസണുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.